റമദാനിലെ നോമ്പ് ഫർദായ നോമ്പാണ്. അതിന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വേണം. രണ്ട് കാര്യങ്ങളാണ് ഫർദായ നോമ്പുകൾക്ക് നിർബന്ധം. ഒന്ന് തബീയത്ത്, മറ്റൊന്ന് തഅയ്യിൻ. തബീയത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തന്നെ ആവണം. മഗ്രിബ് മുതൽക്ക് സുബൈ വരെയുള്ള സമയമാണ് രാത്രിയായിട്ട് ഗൗണിക്കുക. അപ്പൊ അതിന്റെ ഇടയിലാവണം. മഗ്രിബ് ബാങ്ക് വിളിച്ചു ഉടനെ നോമ്പ് തുറക്കുന്നു. നോമ്പ് തുറന്ന ഉടനെ നീ എന്ത് ചെയ്തോ? നിയ്യത്ത് വെച്ചോ. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നീ പിറ്റേ ദിവസത്തേക്ക് നിയ്യത്ത് വെക്കാണ്. നവയ്തു സൗമ ഗദിൻ നദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. മനസ്സുകൊണ്ട് അപ്പോഴേ തന്നെ നിയ്യത്ത് വെച്ചോ. മനസ്സാണ് നിയ്യത്ത്. അത് ഏത് കാര്യത്തിനും, ഹജ്ജിന് കരുതിയാലും ഉംറയ്ക്ക് കരുതിയാലും നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചാലും കരുതൽ നാവ് കൊണ്ട് പറയൽ സുന്നത്തും ഹൃദയം കൊടുത്ത് പറയൽ നിർബന്ധവുമാണ്. ശ്രദ്ധിക്കണം. കാരണം നിസ്കാരം കഴിഞ്ഞ തറാവി കഴിഞ്ഞ പള്ളിയിലെ ഖത്തീബുമാരെ നിയ്യത്ത് വെച്ച് വരും. മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ പറയാ നവയ്തു സൗമ ഗദിൻ നദാഇ ഫർളി റമദാനി. കുറെ വൈകിയല്ലോ, മനസ്സ് വേറെ എവിടെയാണ്. ഇത് നിയ്യത്തായി പരിഗണിക്കൂല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മസലയാണ് ഈ പറഞ്ഞത്. മനസ്സ് കൊടുത്ത് നിയ്യത്ത് ചെയ്യണം. ഒന്ന്, അവൻ നിയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യണം. പല ആളുകൾ തറാവീഹ് നിസ്കരിച്ചില്ല എങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് വരുമ്പോഴാണ് നിയ്യത്ത് വെച്ചിരുന്നത്. അപ്പൊ ആ നിയ്യത്ത് കൂടെ ചെല്ലും. തറാവീഹ് അന്ന് ഒഴിവായപ്പോൾ നിയ്യത്ത് വെക്കുന്നില്ല. പിറ്റേ ദിവസം നോമ്പുകാരനെ പോലെ നിൽക്കണം. നോമ്പുണ്ടോ? നോമ്പിന്റെ കൂലിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ റമദാന്റെ ഒന്നാമത്തെ ദിവസം 30 ദിവസത്തേക്ക് നിയ്യത്ത് ചെയ്തവനാണെങ്കിൽ മാഷാ അല്ലാഹ് അവനത് കിട്ടുമെന്ന് മാലിക്കി മദ്ഹബിന്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു ചെയ്യേണ്ടത്? റമദാന്റെ ആദ്യത്തെ നോമ്പില. റമദാൻ 30 ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് അയാൾ ആദ്യത്തെ രാത്രിയിൽ കരുതിയിരുന്നെങ്കിൽ ഓക്കെ, അതും രാത്രിയിൽ കരുതണം, സുബഹിക്കുമ്പല്ല. ചില ആളുകൾ അത്താഴ സമയത്ത് എഴുന്നേറ്റിട്ട് നാളത്തെ നോമ്പിനെന്ന് പറയണോ എന്ന് സംശയം. അവിടെയും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഓത് എന്ന വാക്കിന് അങ്ങനെയാണ് അർത്ഥം. ഈ ഒരു രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകൽ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് നവയ്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പിനെ എന്ന് തന്നെ വേണം നിയ്യത്ത് വെക്കാൻ. ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നിയ്യത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? ചിലരുടെ സംശയം. നിയ്യത്ത് പുതുക്കൽ സുന്നത്താണ്. രാത്രി നമ്മൾ നിയ്യത്ത് വെച്ചു, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൊണ്ടും ഉറക്കമുള്ളത് കൊണ്ടും സുബഹിക്ക് എഴുന്നേറ്റ് അത്താഴ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ഖുർആൻ ഓതി ഇസ്തിഗ്ഫാർ ചൊല്ലിയതിനു ശേഷം എന്ത് ചെല്ലണം? നിയ്യത്ത് ഒന്നുകൂടി പുതുക്കൽ സുന്നത്താണ്. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയമാണ്.